നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. NDA പാർലമെന്ററി പാർട്ടി നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരഞ്ഞെടുത്തു. മുതിർന്ന BJP നേതാവും പ്രതിരോധ മന്ത്രിയുമായ രാജ്നാഥ് സിംഗാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന പേര് നിർദ്ദേശിച്ചത്. അംഗങ്ങൾ ഐകകണ്ഠ്യേന നിർദ്ദേശത്തെ പിന്തുണച്ചു. തുടർച്ചയായ മൂന്നാം തവണയാണ് നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നത്. ഞായറാഴ്ചയാണ് മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. അതേസമയം ഇതിനിടയിൽ അദ്വാനിയെ കണ്ട് മോദി. രാഷ്ട്രപതി ഭവനിലേക്ക് പോകും മുന്നെയാണ് മോദി അദ്വാനിയെ കാണാനെത്തിയത്. 2002 മുതൽ 2004 വരെ ഇന്ത്യയുടെ 7ാമത്തെ ഉപപ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച രാഷ്ട്രീയക്കാരനാണ് ലാൽ കൃഷ്ണ അദ്വാനി അഥവാ LK അദ്വാനി. അദ്ദേഹം BJPയുടെ സഹസ്ഥാപകരിൽ ഒരാളാണ്. രാഷ്ട്രീയ സ്വയം സേവകന്റെ അംഗം. 1998 മുതൽ 2004 വരെ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രിയായിരുന്ന അദ്ദേഹം ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്നു. 2009 പൊതു തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം. 1980 അടൽ ബിഹാരി വാജ്പേയിക്കൊപ്പം BJPയുടെ സ്ഥാപകാംഗങ്ങളിൽ ഒരാളായ അദ്ദേഹം 3 തവണ പാർട്ടിയുടെ അധ്യക്ഷനായി. 1989 ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 7 തവണ സേവനമനുഷ്ഠിച്ചു. 1992 ബാബറി മസ്ജിദ് തകർത്തതിന്റെ ഭാഗമായിരുന്നുവെന്ന് ആരോപിക്കപ്പെട്ടെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു. ഇതേ തുടർന്ന് അയോധ്യയിലെ തർക്കഭൂമിയായ രാമജന്മഭൂമി സ്ഥലത്ത് ക്ഷേത്രം പണിയാനുള്ള പ്രസ്ഥാനത്തിന്റെ പ്രധാന വക്താക്കളിൽ ഒരാളായിരുന്നു LK അദ്വാനി. എന്തായാലും LK അദ്വാനിയെ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.